ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ബാർലി കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല 2 റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആരോഗ്യത്തിന് വളരെ നല്ലതും അതുപോലെ തന്നെ വളരെ രുചികരവുമായ ഈ ബാർലിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ബാർലി എടുത്തിട്ടുണ്ട്. ബാർലി ഇനി നമ്മൾ നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ തിരുമ്മി കഴുകിയെടുക്കണം. ഇതിനകത്ത് കുറച്ച് പൊടിയൊക്കെ അധികം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 3-4 പ്രാവശ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ബാർലിനെ ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ പ്രഷർ കുക്കർ അടച്ച് ഒരു 5 വിസിലാകുന്നവരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. 5 വിസിലൊക്കെ ആയാലാണ് നന്നായിട്ട് ബാർലി ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ബാർലി വേകുന്ന നേരം കൊണ്ട് നമുക്കൊരു പകുതി ക്യാരറ്റിനെ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു 2-3 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു പകുതി സവാള, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ചിരകിയ തേങ്ങയും. ഇപ്പം നമ്മുടെ ബാർലിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പം 5 വിസിലാണ് ഈ പ്രഷർ കുക്കറിൽ 5 വിസിൽ അടിച്ചിട്ടുണ്ട്. ബാർലിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരു പാത്രം എടുത്തിട്ട് ഈ ബാർലി വെന്ത വെള്ളം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് ആ ബാർലി വെന്ത വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം ഭയങ്കര ചൂടാണല്ലോ. ചൂട് സമയത്ത് ബാർലി വെന്ത് വെള്ളം കുടിക്കുന്ന ശരീരത്തിന് നല്ല തണുപ്പും അതുപോലെ ഈ ചുടുമൂത്രത്തിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ബാർലി വെന്ത് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ബാർലി വെന്തിങ്ങനെ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബാർലി കൊണ്ടാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം 2 സ്പൂണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കടുകും കരിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയോ അതെയോ കുഞ്ഞുള്ളിയോ ഏത് വേണമെങ്കിലും പറ്റും. ഞാനിപ്പോൾ സവാളയാണ് യൂസ് ചെയ്യുന്നത്. സവാള ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ നോക്കി ചേർക്കണം. ആദ്യം ബാർലി വേവിക്കാൻ നേരത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്താൽ മതി. എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് കവർ ചെയ്ത് ഒരു 2 സെക്കൻഡ് വേകാൻ വെക്കണം. 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ തുറന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കവർ ചെയ്ത് 2 സെക്കൻഡ് വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇപ്പം നമുക്ക് ആൾമോസ്റ്റ് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വേവ് കുറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ലോണം വെന്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ആ ബാർലി ഉണ്ടല്ലോ, ബാർലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിരകിയെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർക്കാം. ഇനി ചെറുതായി അരിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും കിട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് നമുക്ക് നെയ്യ് ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കാം. അധികം വേണമെന്നില്ല, കുറച്ചൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടി മാത്രം. അപ്പം ഞാനിപ്പം കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ തൂക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ ബാർലി കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം. ഡയറ്റ് ചെയ്യുന്നവർക്ക്, BP ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ലഞ്ചായിട്ടൊക്കെ നമുക്ക് കഴിക്കാം. അത് നല്ല ടേസ്റ്റുമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പം നമുക്ക് രണ്ടാമത്തെ റെസിപ്പി കണ്ടു നോക്കാം. വളരെ എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് രണ്ടാമത് ഞാൻ കാണിക്കുന്നത്. ഇതൊരു കർണാടക സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് ബാർലി എടുത്തിട്ടുണ്ട്. ബാർലി നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഈ ബാർലി നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ബാർലിനെ നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രഷർ കുക്കറിൽ തന്നെ വേവിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനായി ബാർലി വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ പ്രഷർ കുക്കറിൽ ഇട്ട് നമ്മൾ വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 5-6 വിസിലാകുന്നവരെ നമുക്ക് ഈ ബാർലിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കാൻ നേരത്ത് ഉപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട,
ഉപ്പ് ചേർത്ത് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുന്നത്. 5 വിസിലായപ്പം കുക്കറിൻ്റെ എയറൊക്കെ ഒന്ന് പോയി ഞാൻ ഇതുപോലെ തുറന്നു നോക്കിയപ്പോൾ ബാർലിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാർലി ആദ്യത്തെ റെസിപ്പിയിൽ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളം നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ നമ്മളിപ്പോൾ അരിച്ചെടുത്ത വെള്ളം നമുക്ക് പിന്നെ യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ റെസിപ്പിയിൽ ഈ വെള്ളം നമ്മൾ ചെയ്യുന്നുണ്ട്, റെസിപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബാർലി ഉണ്ടല്ലോ, ബാർലിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് മെല്ലെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം. അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഇത് കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. ആ ബാർലിക്ക് ഒന്ന് സ്മാഷായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് നമ്മൾ ആ പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാർലിനെ വേറെ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഈ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിന് നമുക്ക് കറിയൊന്നും വേണ്ട, നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്ത് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇപ്പം ഞാനിപ്പം ബാർലി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ ബാർലി വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ബാർലി നമ്മളൊന്ന് പൾസ് ചെയ്തപ്പോൾ ഒരു കുറച്ച് കട്ട പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മളൊരു സ്പൂൺ കൊണ്ട് തവി കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ കട്ടയൊക്കെ മാറി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുകി കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞ കുറച്ച് മല്ലിയില, പിന്നെ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാരറ്റ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. നമുക്ക് ഉപ്പൊക്കെ ഇപ്പം തന്നെ നോക്കി ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഇതിന് നന്നായിട്ടൊരു വറവ് കൂടെ ചേർത്ത് കൊടുത്ത അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മളൊന്ന് വറവ് ഇടാൻ പോവുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 സ്പൂണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് കടുകും ജീരകവും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള കരിവേപ്പില, വറ്റൽമുളക്, ഉണക്കമുളക്, പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ ഇഞ്ചി. ഞാനിപ്പോൾ കുറച്ച് ഇഞ്ചി ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ചേർത്തത്, ഇല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞ് ഇഞ്ചി ചേർത്താലും മതി. പിന്നെ കുറച്ച് കായപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വറുത്ത് ഈ വറവ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാർലിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബാർലി കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്, വളരെ നല്ലതുമാണ്, ഹെൽത്തിന് വളരെ നല്ലതാണ്. ശരീരം തണുക്കാനും നല്ല ഉറക്കം കിട്ടാനൊക്കെ നല്ലൊരു റെസിപ്പിയാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചായിട്ടോ വൈകുന്നേരം ഡിന്നറായിട്ടൊക്കെ നമുക്കിത് കഴിക്കാം. ഇതിന് നമ്മൾ സ്പെഷ്യലായിട്ട് കറിയോ ഒന്നും വേണ്ട, ഇത് തന്നെ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അച്ചാറോ പപ്പടം വറുത്തതോ സാലാഡോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം. ഒന്നും വേണമെന്നില്ല, വെറും ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ